അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ ആ പ്രശ്നമുണ്ടാക്കുന്ന ഇരുട്ടിനെ ദൂരീകരിച്ചുകൊണ്ട് കത്തിജ്വലിക്കേണ്ടുന്ന ദീപസ്തംഭമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമില്ല. വ്യാസന് സംശയമില്ല. പിന്നെ യഥാർത്ഥ സന്യാസി ആരാണ്? കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് മാത്രമാണ്. എന്താണ് കാമ്യകർമ്മങ്ങൾ? തനിക്ക് പ്രയോജനം ഉണ്ടാകുന്ന കർമ്മങ്ങൾ ഏവയൊക്കെയോ അതൊക്കെ കാമ്യകർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവനാണ് സന്യാസി. അല്ലാതെ കാഷായ വസ്ത്രം ധരിച്ച് വെറുതെ ആശ്രമം ജീവിതം നയിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈശ്വരഭജനയും മോക്ഷപ്രാപ്തിക്കുള്ള ഉപായങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷോപാധികളിലൂടെ ജീവിതം നയിച്ച് മുന്നേറുന്നവരെ അല്ല സന്യാസി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം. കാമ്യകർമ്മങ്ങൾ, അതായത് സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ പരാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് സന്യാസി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് രാജാവ് ഋഷിയായിരിക്കണമെന്ന് പറയുന്നതും രാജർഷി എന്ന് അത്തരം ഭരണകർത്താക്കളെ വിളിക്കുന്നതും. അപ്പോൾ ശരിക്ക് അദ്വൈത ദർശനത്തിൻ്റെ ഭാഷയിൽ ശ്രീരാമനാണ് സന്യാസി, ശ്രീകൃഷ്ണനാണ് സന്യാസി. കാരണം മനുഷ്യജീവിതത്തിൻ്റെ നടുക്ക് ദീപസ്തംഭം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? പരാർത്ഥമായി കത്തിക്കൊണ്ടിരിക്കുന്നു. പരന്മാർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി, പരന്മാരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അന്യാർത്ഥം ജീവിക്കുന്നു, അന്യർക്ക് വേണ്ടി ജീവിക്കുന്നു. പരാർത്ഥമായ ജീവിതം.